ഈ ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെ 95% വരുന്ന ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ അത്ര സമ്പത്ത് 1% വരുന്ന അതിസമ്പന്നർക്കുണ്ട്. 700 ചില്ലാനം കോടി ജനങ്ങളുണ്ട് അല്ലേ? 790 കോടിയോളം ജനങ്ങളുണ്ട് ഈ ഭൂമുഖത്ത്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായിട്ട്. ഈ 790 കോടിയോളം വരുന്ന ജനങ്ങളിൽ 1% വരുന്ന ആളുകളുടെ കയ്യിലാണ് ഈ ലോകത്തെ വിഭവങ്ങളുടെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും അവർ കൈയടക്കി കഴിഞ്ഞിരിക്കും. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരു തലമുറ എങ്ങനെയാണ് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ആകർഷിക്കപ്പെട്ടത് എന്ന് 1930കളിലെ മുതലാളിത്തത്തിന്റെ മഹത്തായ മാന്ദ്യം, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രതിസന്ധിയുടെ ഒരു ചരിത്ര കാലഘട്ടത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന കമ്മ്യൂണിസവും സോഷ്യലിസവുമായി, പ്രത്യേകിച്ച് സോവിയറ്റ് വ്യവസ്ഥയുമായി ഒരർത്ഥത്തിലും സൈദ്ധാന്തികമായി ആശയപരമായി സഹകരിക്കാതിരുന്ന H.G. വെൽസിനെ പോലുള്ള, നമ്മുടെ നെഹ്റുവിനെ പോലുള്ള ധിഷണാശാലികളായ ലോക നേതാക്കൾ എങ്ങനെയാണ് സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ആകർഷിക്കപ്പെട്ടത് എന്ന കാര്യം EMS വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. മുതലാളിത്തത്തിന്റെ കുപ്രസിദ്ധമായ ഒരു പ്രതിസന്ധി, അതാണ് 30കളിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിയുടെ ആഘാതം എന്ന് പറയുന്നത് മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഈ മലബാർ ഉൾപ്പെടുന്ന മദ്രാസി പ്രസിഡൻസി ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ എല്ലാ കോളനി രാജ്യങ്ങളിലും, സാമ്രാജ്യത്വത്തിന്റെ എല്ലാ കോളനി രാജ്യങ്ങളിലും 30കളിലെ മുതലാളിത്ത പ്രതിസന്ധി പട്ടിണിയും ക്ഷാമവുമാണ് സൃഷ്ടിച്ചത്. ലക്ഷോപലക്ഷം മനുഷ്യരാണ്. ആലപ്പുഴയിലെയും ചേർത്തല താലൂക്കിലെയും ഒക്കെ തന്നെ 10,000-കണക്കിന് മനുഷ്യരാണ് അതിസാരം ബാധിച്ച് ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് അന്നജം ലഭിക്കാതെ കൂട്ടത്തോടെ മരണപ്പെട്ടു പോയത്. ലോകമെമ്പാടും പട്ടിണിയും ഭക്ഷ്യക്ഷാമവും മനുഷ്യരാശിയെ വേട്ടയാടുകയായിരുന്നു. നമ്മുടെ ദേശീയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആ സാഹചര്യത്തെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ലോകമാകെ പട്ടിണിയിലും ക്ഷാമത്തിലേക്കും. ടാഗോർ ജീവിക്കുന്നത് ബംഗാളിലാണ്. കിഴക്കൻ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും നിഷ്ഠൂരമായ ക്ഷാമത്തിന്റെയും പട്ടിണിയുടെ അവസ്ഥയുണ്ടായത്. കിഴക്കൻ ബംഗാളിൽ ആ പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് വിശ്വ പ്രശസ്തനായ നമ്മുടെ അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡെവലപ്ഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ വികസിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഇടപെടലില്ലാതെ, ഭരണകൂട ഇടപെടലില്ലാതെ, ജനങ്ങൾക്ക് ആഹാരം കിട്ടാതെ ജനങ്ങൾ മരിച്ചു പോകുന്ന നിർദ്ധയമായ സോഷ്യൽ ഡാർവിനിസത്തിന്റെ ഭീകരതയായിരുന്നു 30കളിലെ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയുടെ നാളുകളിൽ ലോകമാകെ പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കൊക്കെ പോയപ്പോൾ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഭക്ഷണമില്ലായ്മയും ഒക്കെ മനുഷ്യരാശിയെ ഭീകരമായി വേട്ടയാടിയ ആ ലോക സാഹചര്യത്തിൽ ഈ ഭൂപടത്തിൽ ഒരു രാജ്യം മാത്രം, സ്റ്റാലിൻ ഭരിച്ചിരുന്ന സോവിയറ്റ് യൂണിയനിൽ മാത്രം, ജനങ്ങൾ മാത്രമല്ല, ഒരു പട്ടിക്കുട്ടി പോലും ഒരു കഷ്ണം ബ്രെഡില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കേണ്ട അവസ്ഥയുണ്ടാവാത്ത ഏക രാജ്യം, തൊഴിലില്ലായ്മ, വരുമാനക്കുറവ്, അതുമൂലമുണ്ടാകുന്ന വാങ്ങൽ ശേഷിയുടെ കുറവ്, ഇതൊന്നുമില്ലാതിരുന്ന ഈ ഭൂമുഖത്തെ ഏക രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പഴയ ലോകത്തെ റമനോവ് രാജവംശത്തിന് കീഴിൽ, സാർ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ യൂറോപ്പിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമായിരുന്നു. സ്ലാവ് പുണ്യ പുരാണ മഹിമയിൽ അധിഷ്ഠിതമായ ഭൂരിപക്ഷ വംശീയതയുടെ അതുമായി ചേർന്ന മൂലധന ശക്തികളും സാർ ഭരണകൂടവും സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ച ആ രാജ്യമാണ് 1930കളില് ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥക്കകത്ത് മുതലാളിത്തത്തിന്റെ ഈ പ്രതിസന്ധിയുടെ ആഘാതങ്ങളൊന്നും ഏൽക്കാതെ നിലനിന്നു. അതാണ് ലോകമെമ്പാടുമുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സൃഷ്ടിച്ചത്, കമ്മ്യൂണിസത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത് ഈ ഒരു സാഹചര്യമാണ്. എന്താണ് സോഷ്യലിന്റെ മികവ്? ഇവിടെ രാംകുമാർ വളരെ വിശദമായി സംസാരിച്ചു. മുതലാളിത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിരന്തരമായ ആവർത്തിക്കപ്പെടുന്ന ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക് തന്നെ, സിസ്റ്റമാറ്റിക്കായി തന്നെ പ്രതിസന്ധി നിർഭരമായ ഒരു വ്യവസ്ഥയാണ്. എന്താണ് മുതലാളിത്തത്തിനകത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം? മുതലാളിത്തത്തിനകത്ത് ഉൽപാദനമൊക്കെ സാമൂഹ്യമായിട്ടാണ് നടക്കുന്നത്. മനുഷ്യരാശിയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഉൽപാദനത്തെ അത്യന്തം സാമൂഹ്യവൽക്കരിച്ച, ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഒന്നിച്ച് പണിയെടുത്ത് ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന
ബൃഹത്തായ ഒരു വ്യവസ്ഥയാണ് മുതലാളിത്തം. ഉൽപാദനം സാമൂഹികമായി നടക്കുമ്പോഴും അതിൻ്റെ ഉടമസ്ഥത അങ്ങേയറ്റം സ്വകാര്യമാണ്. വ്യക്തി ഇന്നത്തെ ഒരു ലോക വ്യവസ്ഥയെ, ലോകത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതിഗതികളെ പരിശോധിക്കുമ്പോൾ ഈ നിയോലിബറലിസം എവിടെയാണ് ലോകത്തെ എത്തിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെ 95% വരുന്ന ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ അത്ര സമ്പത്ത് 1% വരുന്ന അതിസമ്പന്നർക്കുണ്ട്. 700 ചില്ലാനം കോടി ജനങ്ങളുണ്ട് അല്ലേ? 790 കോടിയോളം ജനങ്ങളുണ്ട് ഈ ഭൂമുഖത്ത്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായിട്ട്. ഈ 790 കോടിയോളം വരുന്ന ജനങ്ങളിൽ 1% വരുന്ന ആളുകളുടെ കയ്യിലാണ് ഈ ലോകത്തെ വിഭവങ്ങളുടെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും അവർ കൈയടക്കി കഴിഞ്ഞിരിക്കും. വെൽത്ത് ആൻഡ് അൾട്രാ വെൽത്ത് റിപ്പോർട്ട് പോലുള്ള ഇന്റർനാഷണൽ തലത്തിൽ സമ്പത്തിനെയും സമ്പത്തിന്റെ സവിശേഷമായ കൈയടക്കലിനെയും സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങൾ ഈ സമീപകാലത്ത് പുറത്തു വരികയുണ്ടായി. ഈ പഠനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? സമ്പത്ത് അതിവേഗം ഒരു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കും. സമ്പത്തുൽപാദനത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ചൂതാട്ടത്തിന്റെ, കാസിനോ ക്യാപിറ്റലിസം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ചൂതാട്ടത്തിന്റെ മണ്ഡലത്തിലേക്ക് മുതലാളിത്തം മാറിയിരിക്കുന്നു. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്റ്റീവ് അല്ലാതെ പണമുണ്ടാക്കാമെന്നാണ് മുതലാളിത്തം പഠിച്ചിരിക്കുന്നത്. എല്ലാം വിൽക്കുക, സെല്ലൗട്ടുകൾ, വാങ്ങിക്കൂട്ടലുകളാണ്, ബൈഔട്ടുകളാണ്, ടേക്ക് ഓവറുകളാണ്, മർജറുകളാണ്. നമ്മുടെ ബാങ്കിങ് രംഗത്തൊക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപകാലത്ത് സംഭവിച്ചെന്താണ്? വൻകിട ബാങ്കുകളെല്ലാം ജയിച്ച് വലിയ ബാങ്കുകളാകുക. അങ്ങനെ വലിയ ബാങ്കുകളാകുമ്പോൾ എന്താണ്? അത് വൻകിട കോർപ്പറേറ്റുകൾ, ഈ രംഗത്തെ ഫൈനാൻസ് ഭീമന്മാർ ടേക്ക് ഓവർ ചെയ്യും, ഏറ്റെടുക്കും. ടേക്ക് ഓവറുകളുടെ, സെല്ലൗട്ടുകളുടെ, ബൈഔട്ടുകളുടെ ഒരു പ്രവർത്തനമാണ് ഈ നിയോലിബറലിസത്തിന് കീഴിൽ മുതലാളിത്തം സാമ്പത്തിക രംഗത്ത് നടത്തുന്നത്. സമ്പദ് രംഗത്ത് പണം മുടക്കി ചരക്കുണ്ടാക്കി ആ ചരക്ക് വിറ്റ് പണമാക്കുക, അതുവഴി തങ്ങളുടെ മൂലധന സമാഹരണം നടത്തുക എന്ന പരമ്പരാഗതമായ ഒരു രീതിയിൽ നിന്ന് മുതലാളിത്തം പിന്മാറുകയാണ്. പണം മുടക്കി ചരക്കുണ്ടാക്കി ചരക്ക് പണമാക്കുക. ഈ ചരക്ക് പണമാക്കലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ റിയലൈസേഷൻ പ്രശ്നം എന്ന് പറയും. രാംകുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഈ രംഗത്ത് ഒരു വിദഗ്ധനാണ്. ഈ റിയലൈസേഷൻ പ്രോബ്ലമാണ് മുതലാളിത്തത്തിന്റെ പ്രശ്നം. 2007 അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട ഭവന പ്രതിസന്ധി, നമ്മൾ അതിനെ ഭവന പ്രതിസന്ധി എന്നാണ് വിളിക്കുന്നത്. ഈ ഭവന പ്രതിസന്ധിയുടെ കാരണം എന്താണ്? അമേരിക്കയിലെ മുതലാളിമാർ ചിന്തിച്ചത് അമേരിക്കയിൽ ഇഷ്ടം പോലെ കമ്പ്യൂട്ടറും മൈക്രോസോഫ്റ്റും IBM ഇന്റർനാഷണൽ ബിസിനസ് മിഷനും ഒക്കെ ഏറ്റവും ന്യൂജനായ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കും. കാറുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കുത്തക അമേരിക്കയിൽ. അതൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. അമേരിക്കയിൽ കാറുകളുടെ നഗരവും ഇല്ലാതാവുകയാണ്. ഇപ്പോ സിലിക്കൻ വാലി പോലെയുള്ള സോഫ്റ്റ്വെയറിന്റെ, IT-യുടെ ഒരു സാന്ദ്രീകൃത നഗരം. ആ സിലിക്കൻ വാലിയിലെ ടെക്കുകളെ നിരന്തരമായിട്ട് ഇന്ത്യക്കാർക്കൊന്നും പണി കൊടുക്കരുത് എന്ന് ഈ ട്രംപ് താക്കീത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് IT രംഗത്തും അമേരിക്ക പിറകോട്ട് പോവുകയാണ്, തകർച്ചയെ നേരിടുകയാണ്. അതിനൊക്കെ കാരണം മറ്റു പലതുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തകകളെല്ലാം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചരക്കുണ്ടാക്കിയാൽ അത് വിറ്റ് പണമാക്കാൻ പറ്റുന്നില്ല. റിയലൈസേഷൻ പ്രോബ്ലമാണ്. അമേരിക്കയിൽ ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയില്ലേ, വില്ലകൾ ഉണ്ടാക്കിയില്ലേ, വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഉണ്ടായില്ലേ? അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിൽ അതിന്റെ വളർച്ചയുടെ നെടുനായകത്വം വഹിച്ച നിരവധി ബാങ്കുകൾ, ആ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ടാണ്, വായ്പ എടുത്തിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വലിയ ഫ്ലാറ്റുകളും വില്ലകളും ഉണ്ടാക്കിയത്. പക്ഷെ നിർമ്മാണം പൂർത്തിയാക്കി റെഡി ഫോർ സെയിൽ എന്ന് പറഞ്ഞപ്പോൾ ആരും വാങ്ങാൻ വന്നില്ല. ചരക്ക് നിർമ്മിച്ചാൽ ഇന്നത്തെ ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, റോബോട്ടുകളുടെ, AI-കളുടെ ഒക്കെ സഹായത്തോടു കൂടി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ മുതലാളിത്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചാലും ചരക്ക് ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിച്ചാലും ആ ചരക്ക് വാങ്ങാൻ ആള് വേണ്ടേ? വാങ്ങാൻ ആള് വേണമെങ്കിൽ അവർക്ക് തൊഴിൽ വേണം, വരുമാനം വേണം. ഇന്നത്തെ മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഇതാണ്. ഇതിന് കാരണം മാർക്സ് മൂലധനത്തിൽ വളരെ വിശദമായി വിശകലനം ചെയ്തിട്ടുള്ള മുതലാളിത്തത്തിൽ തന്നെ ഇൻഹറന്റ് ആയിരിക്കുന്ന, അതിൽ തന്നെ അന്തർഹിതമായിരിക്കുന്ന സാമൂഹ്യമായ അധ്വാനവും വ്യക്തിഗതമായ ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം. മാർക്സ് സാമൂഹ്യ ഉൽപാദനത്തിൻ്റെതായ മുതലാളിത്തം സൃഷ്ടിച്ച ഒരു പുതിയ സാമൂഹ്യ സാഹചര്യമാണ് മനുഷ്യവംശത്തിന് സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. സാമൂഹ്യ ഉൽപാദനത്തിന്റെ ഒരു സാഹചര്യത്തെ, ഒരവസരത്തെയാണ് മാർക്സ് ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്ക് മനുഷ്യവംശത്തിന് പ്രവേശിക്കാൻ കഴിയും എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചത്.
ശാസ്ത്രീയ സോഴ്സത്തെ കുറിച്ച് മാർക്സ് വളരെ വിശദമായ രീതിയിൽ എഴുതിയത്. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മുതലാളിത്തത്തിന് കീഴിലെ ഈ സാമൂഹ്യ ഉത്പാദനവും വ്യക്തിഗത ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം അതിതീഷ്ണമായിരിക്കുന്നു. അത് മുതലാളിത്തത്തിന് പരിഹരിക്കാനാവില്ല. ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണം എന്ന പോലെ ഉടമസ്ഥതയുടെയും സാമൂഹ്യവൽക്കരണം അനിവാര്യം. ഈ ഉടമസ്ഥതയുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് നമ്മൾ മുതലാളിത്തത്തിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയായിട്ട് കാണുന്നത്. ഇന്ന് ലോകത്ത് 5 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ട്. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം, ചുരുങ്ങിയത് 150 കോടി ആളുകളെങ്കിലും എന്താണ് സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥയ്ക്ക് കീഴിലാണ്. ഈ സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ, അമേരിക്കയിലും പശ്ചിമ യൂറോപ്പിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെയും സമ്പദ്ഘടനകൾ നേരിടുന്നത് പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മുടെ രാജ്യത്തെ ലിബറൽ ബുദ്ധിജീവികളും കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് അവിടെ ഇരുമ്പ് മറയാണ്, അവിടുന്ന് വിവരങ്ങളൊന്നും പുറത്തു വരാൻ. എന്താണ് വാസ്തവ? വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സമൂഹമായി ഇന്ന് ചൈന മാറിയിട്ടുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് തന്നെ ചൈനയിൽ ഈ ഒരു വർഷത്തിനകത്ത് 36 ആളുകൾ പോയിട്ടുണ്ട് ചൈനയിൽ. ഞാനൊക്കെ ചൈനയെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ചൈന കണ്ടിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിന് ചുറ്റിൽ നിന്നും വിവിധ ടൂർ പാക്കേജുകളിലായിട്ട് 36 പേര് ചൈന സന്ദർശിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ. ചൈന പോയ ആളുകൾ കാണുകയും ഷാങ്ഹായ് തൊട്ട് മഹത്തായ കുതിച്ചുചാട്ടത്തിന്റെ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിന്റെ 50കളിൽ മഹാനായ മാവോയുടെയും ലിയു ഷാവോജിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ മഹത്തായ കുതിച്ചുചാട്ടം ആരംഭിച്ച ഷാങ്ഹായ് പട്ടണം ചൈനയുടെ വ്യവസായ വൽക്കരണത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഷാങ്ഹായ്. ആ ഷാങ്ഹായ് തൊട്ട് യനാൻ വരെയുള്ള വളരെ കാർഷിക പ്രധാനമായ നാട്ടിൻ പ്രദേശമായിരിക്കുന്ന യനാൻ വരെയുള്ള മേഖലകൾ സന്ദർശിച്ച ആളുകൾക്ക്, ഇന്ത്യയിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക് ചൈനയിൽ പോകുമ്പോഴാണ് സോഷ്യലിസത്തിന്റെ മഹത്വം. ഒരു സ്ഥിതിസമത്വാധിഷ്ഠിതമായ സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതം തൊട്ട് അവരുടെ ഭാവി വരെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, ഭരണ നടപടികൾ നടത്തുന്നത്, അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള വ്യവസ്ഥകൾ, ഇതെല്ലാം തന്നെ ഇന്ന് ലോകത്തിനാകെ മാതൃകയാവുന്ന രീതിയിൽ ചൈന നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മളെല്ലാം പറഞ്ഞിരുന്നത് ചൈന ദാരിദ്ര്യമൊക്കെ ഉള്ളൊരു രാജ്യമാണെങ്കിലും പരമാവധി ജനങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു പോകുന്നുണ്ട്. അവർ സയൻസിന്റെ, ടെക്നോളജിയുടെ, അതേപോലെ തന്നെ പ്രതിരോധത്തിന്റെ, സൈനിക രംഗത്ത് ഇതിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ട്രംപ് ഇങ്ങനെ വിഭ്രാന്തനായിട്ട് നടക്കുന്ന അമേരിക്കയുടെ ഹെജിമണി എല്ലാ രംഗത്തും. ഇവിടെ രാംകുമാർ പറഞ്ഞില്ലേ, ഡോളറിന്റെ ഒക്കെ ഹെജിമണി, ഒരു നാണയ വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഡോളറിന്റെ ലോക അധീശത്വം ഏറെക്കുറെ സമ്പൂർണ്ണമായി തകരുകയും യുവാനോട് മത്സരിക്കേണ്ടി വരും ഡോളർ നാളെ. അതാണ് സംഭവിക്കുന്നത്. ചൈനീസ് നാണയമായ യുവാനുമായിട്ട് ഡോളറിന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ചൈന സമ്പദ്ഘടനയുടെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ കുതിച്ചുകയറ്റം നടത്തുന്നു എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് സൗദി അറേബ്യ പോയി. അപ്പൊ ഞാൻ സൗദി അറേബ്യയിലെ തുറമുഖ നഗരമൊക്കെ കാണാൻ പോയപ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ നമ്മൾ ഇവിടെ കാണാത്ത കാറ് എല്ലാം ചൈനയുടേതാണ്. സൗദി പെൺകുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ സൗദി രാജാവ് തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തെ തുടർന്ന് സൗദി ഗവൺമെന്റ് ജപ്പാനിലെ ടയോട്ടയായിട്ടല്ല കരാറുണ്ടാക്കി, അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സുമായിട്ടല്ല കരാറുണ്ടാക്കിയത്, തെക്കൻ കൊറിയയിലെ ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനിയായിട്ടല്ല കരാറുണ്ടാക്കിയത്, ചൈനയിലെ ഓട്ടോമൊബൈൽ കമ്പനികളുമായിട്ടാണ്. ചൈനീസ് സ്റ്റേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് സൗദി രാജാവ് സൗദി അറേബ്യ ചൈനയുമായിട്ട് ഈ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഒരു പർച്ചേസിംഗ് കരാറുണ്ടാക്കി. സൗദി അറേബ്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ചൈന പ്രഖ്യാപിച്ചിരിക്കുന്ന, പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 150 രാജ്യങ്ങളാണ് അതിൽ അംഗങ്ങൾ. സൗദി അറേബ്യ അതിൽ അംഗമാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അതിലംഗങ്ങളാണ്. 150 രാജ്യങ്ങൾ, 30-ലേറെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, ഏജൻസികൾ പങ്കാളികളായിട്ടുള്ള, മനുഷ്യരാശിയുടെ 20ഉം 21 നൂറ്റാണ്ടുകൾ കണ്ടിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു വ്യാപാര ശൃംഖലക്കാണ് ബെൽറ്റ് ആൻഡ് റോഡ് വഴി ചൈന നേതൃത്വം കൊടുക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ വിപണി സാധ്യതകൾ വലിയ രീതിയിൽ ഇല്ലാതാവുകയാണ്. വിപണി ഇല്ലാതായാൽ ഉത്പാദനം നടത്താൻ പറ്റും, പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആഗോള രംഗത്ത്, ആഗോള വിപണിയിൽ ചൈന വളരെ വിപുലമായി ഇടപെടുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം കയ്യില് മൊബൈൽ ഫോൺ ഇങ്ങനെ വ്യാപകമായത് അമേരിക്കക്കാർ വിചാരിച്ചിട്ടാണ്.
ജപ്പാൻകാരോ ജർമ്മൻകാരോ വിചാരിച്ചിട്ടാണോ? അല്ല. മൊബൈൽ ഫോൺ സാർവത്രികമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഈ മൊബൈൽ ഫോണിന്റെ രംഗത്തൊക്കെ ചൈന നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇന്നവേഷൻസ്, അതിന്റെ ഭാഗമായിട്ട് എന്താണ്, അമേരിക്കയിലെ ഏത് മൊബൈൽ ഫോൺ കമ്പനിയോടും മത്സരിച്ച് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് സാധനങ്ങൾ എത്തിക്കുക. ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന തരത്തിൽ 1995 ഒപ്പുവെച്ച മരേക്കേഷ് ഉടമ്പടി, ഗാട്ടുകരാർ, ആ ഗാട്ടുകരാറിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ്, ഈ നിയോ ലിബറൽ സാമൂഹ്യക്രമം, ലോകക്രമം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബൗദ്ധിക സ്വത്തവകാശത്തെ കൂടി അടിസ്ഥാനമാക്കിയുള്ളത്. പക്ഷെ ബൗദ്ധിക സ്വത്തവകാശം ഉള്ള നൽകുന്ന, അതെന്ന് പറഞ്ഞാല് ഉൽപ്പന്ന പേറ്റന്റ് മാത്രമേ അനുവദിക്കൂ, പ്രക്രിയാധിഷ്ഠിതമായ പേറ്റന്റ് അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഈ പേറ്റന്റ് രംഗത്ത് അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടലുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈന എല്ലാ സാങ്കേതിക വിദ്യയുടെ രംഗത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള മുൻകൈകൾ ഇന്ന് കാണിച്ചിരിക്കുന്നു. ഇപ്പൊ 90കളില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, EMS തന്നെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് 90കളിൽ ഈ ഗോർബച്ചോവ് ഉണ്ടാക്കി വെച്ച ദുരിതങ്ങളെ കുറിച്ച്. അപ്പൊ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് there is no alternative, ഇനി ബദലുകളില്ല എന്നാണ് പറഞ്ഞത്. എൻഡ് ഓഫ് ഹിസ്റ്ററി, ദ ലാസ്റ്റ് മാൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ഫുക്കുയാമയുടെ പുസ്തകം എന്തായിരുന്നു? ഇവിടെ മാതൃഭൂമി, മനോരമ, മാധ്യമം, ഇതൊക്കെ ഫ്രാൻസിസ് ഫുക്കുയാമ മയമായിരുന്നു. ഇവിടുത്തെ ബുദ്ധിജീവികളെല്ലാം എന്താണ്? എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിച്ചു. ഇനി മുതലാളിത്തത്തിനപ്പുറത്ത് ഒരു സാമൂഹ്യ പരിണാമം സാധ്യമല്ല. മുതലാളിത്തത്തിന്റെ കമ്പോള വ്യവസ്ഥയോടെ ചരിത്രം അവസാനിച്ചു. മുതലാളിത്തത്തിന് അപ്പുറത്ത് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞ നമ്മളോടൊക്കെ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. സയൻസിന്റെയും ടെക്നോളജിയുടെയും രംഗത്തുള്ള നേട്ടങ്ങൾ അതുപയോഗിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായിട്ടൊന്ന് ഉന്നയിക്കപ്പെട്ടത് എന്താണ്? ജനിതക എഞ്ചിനീയറിംഗിന്റെ രംഗത്ത്, ജനിതക സയൻസിന്റെ രംഗത്ത് ശാസ്ത്രം നേടിയിട്ടുള്ള മഹാനേട്ടങ്ങൾ അതും ഉപയോഗിച്ച് ഭൂമുഖത്തെ എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയും. ഇപ്പൊ ജനിതക എഞ്ചിനീയറിംഗിന്റെ ഒക്കെ സഹായത്തോടു കൂടി വേണമെങ്കിൽ ഈ ഭൂമിയിലെ 790 കോടി ആൾക്കാർക്കും ആപ്പിൾ കൊടുക്കും. യുണൈറ്റഡ് ഫുഡ്സ് കമ്പനി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പഴവിള കമ്പനിയാണ്. കാട്ടിമലയിൽ മഹാനായ ചെഗുവര യുദ്ധം ചെയ്തത് ഈ ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ്, യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ്. ബൊളീവിയയിലും ഈ ഫുഡ്സ് കമ്പനിക്കെതിരായിട്ടാണ് ചെഗുവരയ്ക്ക് യുദ്ധം നയിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ യുണൈറ്റഡ് ഫുഡ്സ് കമ്പനിക്ക് ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഈ ഭൂമുഖത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യർക്ക് ആവശ്യമായ ആപ്പിളോ ബനാനയോ മുന്തിരിയോ ഉണ്ടാക്കാം. ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് കുത്തകയാണ്, വീറ്റ് കോർപ്പറേഷനാണ് ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡ്. ഓസ്ട്രേലിയൻ വീറ്റ് ബോർഡിന് വേണമെങ്കിൽ ഈ ഭൂമുഖത്തെ എല്ലാ മനുഷ്യർക്കും ആവശ്യമായ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. കാർഗിലിൻ കോർപ്പറേറ്റ്, ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര, നമ്മുടെ കയമ ഉൾപ്പെടെയുള്ള എല്ലാ നെല്ലിനങ്ങളുടെയും പേറ്റന്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ അജിത് ജോഗി എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡിലെ 1000-ലേറെ നെല്ലിനങ്ങളുടെ പേറ്റന്റ് അമേരിക്കൻ അരിക്കുത്തയായിട്ടുള്ള, റൈസ് കുത്തകയായിട്ടുള്ള കാർഗിലിൻ കോർപ്പറേറ്റ് നേടിയത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UPA സർക്കാർ ഭരിക്കുമ്പോൾ ആ കാർഗിലിൻ കോർപ്പറേറ്റ് വേണമെങ്കിൽ ഇന്ന് ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഈ ഭൂമുഖത്തെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയും. ഇത് പറഞ്ഞത് തുന്നു. നമ്മളൊക്കെ ഇതിനെതിരായിട്ട് വലിയ രീതിയിൽ പ്രതിരോധം തീർത്ത് പ്രസംഗിച്ച് നടന്നവരാ, എഴുതിയവരാ. പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഉൽപാദനക്ഷമത, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം മുതലാളിത്തത്തിന് കീഴിൽ ഉൽപാദനം വർദ്ധിച്ചാലും ജനങ്ങൾക്കത് വിതരണം ചെയ്യപ്പെടില്ല. ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന് പറയുന്നത് മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലത്തെ ഈ അമിതോത്പാദനം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു നോവലാണ്. ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ട്, ചരക്കുണ്ടായതുകൊണ്ട്, ചരക്ക് എല്ലാവർക്കും ലഭിക്കില്ല. ചരക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അത് വാങ്ങിക്കാനുള്ള പണം വേണം, ക്രയശേഷി വേണം. ക്രയശേഷി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ആളുകൾക്ക് വരുമാനം വേണം. വരുമാനം വേണമെങ്കിൽ എന്ത് വേണം? ആളുകൾക്ക് പണി വേണം. ആളുകളുടെ വരുമാനം എന്ന് പറയുന്നത് കൂലിയാണ്. അപ്പൊ തൊഴിൽ, കൂലി, ക്രയശേഷി, ഇതെല്ലാം വളരെ പ്രധാനമാണ്. മുതലാളിത്തത്തിന് ഇത് സാധ്യമല്ല. മുതലാളിത്തം ലാഭപ്രചോദിതമായ ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനിതക എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഇഷ്ടം പോലെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചാലും അത് ആവശ്യമുള്ള ആളുകൾക്ക് ജനാധിപത്യപരമായ മുതലാളിത്തത്തിന് കീഴിൽ വിതരണം ചെയ്യപ്പെടും. ഇന്ന് നമ്മളതാണ് കാണുന്നത്. ലോകബാങ്കിന്റെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭൂമുഖത്ത് 500 കോടിയോളം വരുന്ന മനുഷ്യർ രണ്ട് നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരാ. ഒരർത്ഥത്തിൽ അൾട്ടിമേറ്റ്ലി അതിതീവ്ര പട്ടിണിക്കാർ. ആവശ്യമായ പോഷകാഹാരമില്ലാതെ ലോകത്ത് കുഞ്ഞുങ്ങൾ ഓരോ അരമണിക്കൂറിലും 21 വീതം
ആളുകൾ മരിച്ചു വീഴും. ഗസയിൽ മാത്രമല്ല, ഭൂഖണ്ഡങ്ങളിലാകെ ആവശ്യമായ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങൾ വന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഒരു ലോകത്താണ്, മുതലാളിത്തത്തിന്റെ ലോകത്താണ്, നിയോ ലിബറലിസത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ സയൻസിനും ടെക്നോളജിക്കും മനുഷ്യവംശത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. മുതലാളിത്തത്തിന് അത് ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവല്ലാതെ ജനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ ജനാധിപത്യപരമായി വിതരണം ചെയ്യപ്പെടാനുള്ള സംവിധാനം ഇല്ലാത്ത കാലത്തോളം ഒരു പ്രശ്നവും പരിഹരിക്കില്ല. അതുകൊണ്ടാണ് മുതലാളിത്തം ഒരു വ്യവസ്ഥ എന്ന നിലക്ക് അതിൽ അന്തർഹിതമായിരിക്കുന്ന സാമൂഹ്യ ഉൽപാദനവും സ്വകാര്യ ഉടമസ്ഥതയും തമ്മിലുള്ള വൈരുദ്ധ്യം മൂലം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ ആവശ്യമായ ഉൽപാദനത്തിന്റെ സാമൂഹ്യ സ്വഭാവം എന്ന പോലെ തന്നെ ഉടമസ്ഥതയുടെ സാമൂഹ്യ സ്വഭാവം, ഉടമസ്ഥതയുടെ സാമൂഹ്യവൽക്കരണം വളരെ പ്രധാനമാണ്. ആ സാമൂഹ്യവൽക്കരണത്തിന്റെ വിവിധ രൂപങ്ങൾ പൊതുമേഖലയാവാം, കലക്റ്റീവ് കൂട്ട് കൃഷികളാവാം, പരസ്പര സഹായമാവാം, സഹകരണ സംഘങ്ങളാകാം. ഈ മാതൃകയിലൂടെയാണ് വ്യക്തിഗത ഉടമസ്ഥതയുടേതായ ദുരമൂത്ത ലാഭ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ മുതലാളിത്ത വ്യവസ്ഥ സൃഷ്ടിച്ച അസമത്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും മനുഷ്യരാശിക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് ലോകം അങ്ങനെ ഒരു തിരിച്ചറിവ്. ഇപ്പൊ നിയോ ലിബറലിസത്തിന്റെ സ്തുതിപാഠകരായ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് തൊട്ട് ഏറ്റവും ഒടുവിൽ തോമസ് പിക്കറ്റി വരെയുള്ള പണ്ഡിതന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ, അവരെല്ലാം ഇപ്പോൾ പറയുന്ന എന്താണ്? തോമസ് പിക്കറ്റിയുടെ ഏറ്റവും ഒടുവിലത്തെ കൃതി ടൈം ഫോർ സോഷ്യലിസം. അദ്ദേഹം പറയുന്നത് സോഷ്യലിസത്തിന്റെ സമയമാണ്. അദ്ദേഹത്തിന്റെ സോഷ്യലിസം, തോമസ് പിക്കറ്റിയുടെ സോഷ്യലിസം നമ്മൾ പറയുന്ന സോഷ്യലിസവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ അദ്ദേഹം വ്യക്തിഗത ഉടമസ്ഥതയുടെ, കോർപ്പറേറ്റ് ഉടമസ്ഥതയുടെ അപകടം മനുഷ്യരാശിയെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥക്ക് വ്യക്തിഗതമായ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യമായ നിയന്ത്രണവും സാമൂഹ്യമായ ഉടമസ്ഥതയുമുള്ള വ്യവസ്ഥകൾക്ക് മാത്രമേ ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഒട്ടും മാർക്സിസ്റ്റ് ലെനിനെ അംഗീകരിക്കാത്ത, വേണമെങ്കിൽ ട്രോട്സ്കിയെ ഒരു ജനാധിപത്യവാദി എന്ന നിലക്ക് അംഗീകരിക്കുന്ന മിസ്റ്റർ തോമസ് പിക്കറ്റിയെ പോലുള്ള ഒരു പണ്ഡിതൻ പറയാണ്. അയാൾ 21-ാം നൂറ്റാണ്ടിലെ ക്യാപിറ്റലിസത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ മുതലാളിത്തത്തിന്റെ പണ്ഡിത കേന്ദ്രങ്ങൾ തന്നെ, ചിന്താ കേന്ദ്രങ്ങൾ തന്നെ ഇന്ന് സോഷ്യലിസത്തിന്റെ പ്രസക്തി അംഗീകരിക്കുക. ഇത്തരം ഒരു ചരിത്ര സന്ദർഭത്തിൽ ഡോളറിന്റെ ഹെജിമണി തകരുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയോ ലിബറൽ ലോകക്രമത്തിന്റെ അധിപനായ അമേരിക്കയുടെ ഹെജിമണി ചോദ്യം ചെയ്യപ്പെടുന്നു. അമേരിക്കയുടെ ലോകാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. 5 സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ തിട്ടൂരങ്ങൾ അനുസരിക്കാതെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ രാംകുമാർ വിശദീകരിച്ചില്ലേ ബ്രിക്സിൽ അതിന്റെ ആരംഭകാലത്ത് 5 സംഘടനകൾ മാത്രമേ, ഇപ്പൊ ബ്രിക്സ് പ്ലസ് ആണ്. നിരവധി രാജ്യങ്ങൾ അതിൽ ചേർന്നുകൊണ്ടിരിക്കുക. ജോഹനാസ്ബർഗിലെ, ഇപ്പോൾ റഷ്യയിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ നടന്ന റഷ്യയിലെ കാസിൻ സമ്മേളനത്തിന് മുമ്പ് ജോഹനാസ്ബർഗില് ബ്രിക്സിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു എന്നറിയും? IMF-നും ലോകബാങ്കിനും ബദലായിട്ട് ഒരു ഇന്റർനാഷണൽ ബാങ്ക് രൂപീകരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബാങ്ക്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക് അവരെ രൂപീകരിച്ചു. അതിനെ എതിർക്കുന്നത് ബ്രിക്സിലെ ആരാന്നറിയോ? അതിനെ എതിർക്കുന്നത് നിങ്ങളെ എന്നെയൊക്കെ പ്രതിനിധീകരിക്കുന്ന മോഡിയ. ഇന്ത്യയാണ് ബ്രിക്സിൽ അതിനെ എതിർത്തത്. ചൈനയും റഷ്യയും ഇറാനും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഒരു ഇന്റർനാഷണൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ, IMF-നും ലോകബാങ്കിനും ബദലായി ഒരു ഡെവലപ്മെന്റ് ബാങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയാണ് അതിനെടുത്തത്. അതേപോലെ തന്നെ ഡോളറിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഇനി വിനിമയം നടത്തണ്ട എന്നുള്ള ഒരു നിർദ്ദേശവും വന്നു. ആ നിർദ്ദേശം വന്നപ്പോ അങ്ങനെ ഡോളർ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വിദ്വാനാണ് ആര്? മോഡിക്ക് വേണ്ടി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യയുടെ പ്രതിനിധി. അപ്പൊ ഇന്ത്യയാണ് ഇപ്പൊ അമേരിക്കയുടെ രക്ഷക്കെത്തുന്നത്. പക്ഷെ ഗതികെട്ടാൽ പിന്നെ എന്താണ്? ഷീ ജിൻപിങ്ങിനെ കാണും ആൾക്കാർ. ചൈനയിൽ പോയി ഷാങ്ഹായ് കോർപ്പറേഷന്റെ പങ്കാളി എന്ന നിലക്ക് ചൈനീസ് നേതാവിനെ മിസ്റ്റർ മോഡി കാണുമ്പോൾ നമ്മൾ വലിയ ആവേശമൊന്നും കൊള്ളേണ്ട ആവശ്യം. കാരണം മോഡി പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഇന്റർനാഷണൽ മൂലധന വ്യവസ്ഥയായി ഇന്റഗ്രേറ്റ് ചെയ്ത മൂലധനമാണ്. CPM-ന്റെ പാർട്ടി പരിപാടിയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ത്യൻ കുത്തക മൂലധനത്തിന്റെ ഒരു സ്വഭാവം വൈദേശിക മൂലധനവുമായിട്ട് അതിവേഗം അടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്? തങ്ങൾക്ക് നിലനിൽക്കാനും വളരാനും വൈദേശിക മൂലധനത്തെ എതിർക്കേണ്ടി വന്നാൽ അതിനും അവർ തയ്യാറാകും. അവിടെയാണ് ഇന്ത്യൻ ഭൂഷാസിയുടെ ഇരട്ട സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ പാർട്ടി പരിപാടി വിശദീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂട ഘടനയെ നിർണയിക്കുന്ന ഇന്ത്യയിലെ വൻകിട ഭൂഷാസി ഇരട്ട സ്വഭാവമുള്ളവരാണ്, ചാഞ്ചാട്ടക്കാരാണ്. പക്ഷെ ഇന്നത്തെ ഒരു നിയോ ലിബറൽ ലോകക്രമത്തിനകത്ത് അവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം സാമ്രാജ്യത്വ മൂലധനവുമായി അതിവേഗം അടുക്കുന്നതാണ്.
നിവൃത്തിയില്ലെങ്കിൽ എന്താണ്, അവര് ട്രംപിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ ഇങ്ങനെ ചുങ്കം, പ്രതികാര ചുങ്കം, ഇപ്പൊ എന്താണ് പിഴച്ചുങ്കം വരും എന്നാണ് പറയുന്നത്. ഡോളർ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾക്കെതിരായിട്ട് ട്രംപ് പിഴച്ചുങ്കം ചുമത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ട്രംപിന്റെ നിലപാടുകളോട് യോജിച്ചു പോകാനാവില്ല എന്ന് വരുമ്പോൾ തന്നെ ട്രംപിനെ പേടിയാണ്. കാരണം ഈ ഫൈനാൻസ് മൂലധനമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ പ്രതിനിധിയാണ് ആര്, മിസ്റ്റർ നരേന്ദ്രമോദി. ഈ ഒരു ലോക സാഹചര്യത്തിൽ ഇന്ന് ആഗോള മൂലധന വ്യവസ്ഥക്കും അതിന്റെ അതിനായകനായ അമേരിക്കക്കുമെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന ലോകരാജ്യങ്ങളുടെ ഏകാത്മകമായ ലോകക്രമത്തിന്, ഏകധ്രുവ ലോകക്രമത്തിനെതിരായിട്ട് വരുന്ന ബഹുധ്രുവാത്മകമായ ഒരു ധ്രുവീകരണത്തെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റമായി കാണേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ EMS പോലുള്ളൊരു മഹാനായ കമ്മ്യൂണിസ്റ്റിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇന്ത്യയിലെ, കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1964 CPM ഉണ്ടായത്. ആ സന്ദർഭത്തിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായത് എന്താണ്? ഇന്ത്യൻ ബൂർഷാസിയുടെ വർഗ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ്. CPIക്കാർ പറഞ്ഞു ദേശീയ സ്വഭാവമുള്ളതാണ്, സ്വതന്ത്ര സ്വഭാവമുള്ളതാണ്, അതിന് ശക്തി പറഞ്ഞ്, അതിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്ത്, ഇന്ത്യൻ ബൂർഷാസിയുടെ പ്രതിനിധി ഇന്ദിരാഗാന്ധിയുടെ കൈകൾക്ക് ശക്തി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇവിടെ സോഷ്യലിസം ഉണ്ടാക്കണം. അതിന് സോവിയറ്റ് യൂണിയന്റെ മോസ്കോ പ്രഖ്യാപനത്തിന്റെ ഒക്കെ ബലത്തിൽ അതിന് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുണ്ടാകുമെന്നാ പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് EMSന്റെ വിഖ്യാതമായ പുസ്തകം പ്ലാനിങ് ഇൻ ക്രൈസിസ്. ഇപ്പൊ ലോക സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ EMSലൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ പ്ലാനിങ് ഇൻ ക്രൈസിസ്, ആസൂത്രണ പ്രതിസന്ധിയിൽ എന്ന പുസ്തകം വളരെ പ്രധാനം. ആ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് നെഹ്റുവിയൻ പാത ഇങ്ങനെ ഒരു പതനഗതിയിലെത്തിയത്? ട്രഷറികൾ അടച്ചുപൂട്ടുന്ന, ബജറ്റുകൾക്ക് അവധി കൊടുക്കുന്ന, ആളുകൾക്ക് ശമ്പളം, കേന്ദ്ര ജീവനക്കാർക്കും സംസ്ഥാന ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാത്ത പരിതാപകരമായ ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ ഭരണകൂട സംവിധാനം എത്തിയത് എന്ന് വിശദീകരിച്ചുകൊണ്ട് EMS ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് മുതലാളിത്ത വികസന പാതയുടെ അനിവാര്യമായ പതനമാണ്. അനിവാര്യമായ പതനം. ആ അനിവാര്യമായ പതനം മുതലാളിത്തത്തെ ഇല്ലാതാക്കുന്നത് വഴി മാത്രമേ ഇന്ത്യൻ സമ്പദ്ഘടനക്ക് അതിജീവിക്കാൻ പിന്നീട് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച മാർഗങ്ങൾ എന്താണ്? ഇന്ദിരാഗാന്ധി MRTP കൊണ്ടുവന്നു, കുത്തക നിയന്ത്രണ നിയമം കൊണ്ടുവന്നു, അല്ലേ? MRTP, ഫെറ എന്താണ്? വിദേശ മൂലധനം തോന്നിയ പോലെ ഇങ്ങോട്ട് വരുന്നത് തടയാൻ കഴിയാവുന്ന രീതിയിലുള്ള ഫെറ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെല്ലാം പാർലമെന്റിനകത്ത് ആരാ പിന്തുണ? ജനസംഘക്കാരോടും സ്വതന്ത്ര പാർട്ടിക്കാരോടൊപ്പം ചേർന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ എന്താണ്, ഇന്ദിരാഗാന്ധിയുടെ ഈ പരിഷ്കാരങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ബാങ്ക് ദേശസാൽക്കരണം, പ്രിവി പേഴ്സ്, ഇതെല്ലാം പാർലമെന്റിലേക്ക് വന്നപ്പോൾ 70കളിലെ വളരെ വിഖ്യാതമായ ഇന്ത്യയുടെ പാറ്റന്റ് നിയമം, ഇതെല്ലാം പാർലമെന്റിലേക്ക് വന്നപ്പോൾ അതിനെയൊക്കെ എതിർത്തവർ കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇന്ദിരാഗാന്ധിക്ക് കരുത്തു പകർന്നതാരാ? അന്ന് പാർലമെന്റിലുണ്ടായിരുന്ന സഖാവ് AKG. ഒരു ബൂർഷ ഭരണകൂട വ്യവസ്ഥയാണെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റ് അതിന്റെ ദേശീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സോഷ്യലിസ്റ്റായ, പൊതുമേഖലയിൽ ഊന്നുന്ന എല്ലാ നയങ്ങൾക്കും എന്താണ്, അന്ന് ഇടതുപക്ഷം, AKGയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പിന്തുണ നൽകി. അതിന്റെ വലിയ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. നമ്മളിപ്പോ നിയോ ലിബറലിസത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ആൾക്കാരും എന്താണ്, അത് 90കളിൽ ഒരു പ്രതിഭാസം എന്നാ പറയാ. അല്ല, 1975 അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ബൂർഷാസി എത്തപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് ജനാധിപത്യത്തിന്റെ എല്ലാ മുഖംമൂടികളും ഇന്ത്യൻ ബൂർഷാസി അടിച്ചു മാറ്റി അതിനകത്തെ രക്തരക്ഷസിനെ പുറത്തെടുത്തത്. ഇന്ത്യൻ ബൂർഷാസിയിലെ രക്തരക്ഷസിനെ പുറത്തെടുത്ത കാലമാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് സോവിയറ്റ് പിന്തുണയുള്ള, ബ്രഷ്നേവിനെ പോലുള്ള ഒരാൾ അന്ന് എന്താണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണയും കൊടുത്തു. പക്ഷെ സോവിയറ്റ് പിന്തുണ എന്ന പുറംകാഴ്ചയും ഇന്ദിരാഗാന്ധി അന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ലോകബാങ്കിന്റെ അന്നത്തെ നെയ്റോബി ഉച്ചകോടി ഉൾപ്പെടെ, ആ നെയ്റോബി ഉച്ചകോടി ഉൾപ്പെടെയുള്ള നടപടികളുടെ എന്താണ്, ഇന്ദിരാഗാന്ധി അമേരിക്കൻ അനുകൂലമായ സാമ്പദ് പരിഷ്കാരങ്ങളിലേക്ക്, നിയോ ലിബറൽ പരിഷ്കാരങ്ങളിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയെ നയിക്കുകയായിരുന്നു. അതിന്റെ അനിവാര്യമായ ദുരന്തം എന്ന നിലക്കാണ് 1990കളിൽ സോവിയറ്റ് യൂണിയന്റെ പതനം കൂടിയാകുമ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗം ഈ നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് എത്തിയത്. അതിന്റെ ആഘാതം നമ്മുടെ സമ്പദ്ഘടന അതിഗുരുതരമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ നിയോ ലിബറൽ നയങ്ങൾക്ക് ബദലായി CPMന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത്, അതാണ് കേരളം. ചരിത്രപരമായ അതിന് പല കാരണങ്ങൾ. ഈ കേരളത്തിൽ 1957 മുതൽ ഒരു ബൂർഷാ ഭൂപ്രഭു വ്യവസ്ഥയുടെ ഘടനാപരമായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരു ബദൽ നയാണ് നടപ്പാക്കാൻ നോക്കിയത്.
ആ ബദൽ നയം വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി നീതി ആയോഗിന്റെ മനുഷ്യ ജീവിത ഗുണനിലവാരത്തെ സംബന്ധിച്ച എല്ലാ സൂചകങ്ങളും പരിശോധിക്കുമ്പോൾ ഓരോ രംഗമെടുത്താക്കിയത് സാക്ഷരത, സ്ത്രീ സാക്ഷരത, ശുചിത്വം, കുട്ടികളുടെ പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണം, ശിശുമരണ നിരക്ക്, ഓരോ രംഗമെടുക്കുമ്പോഴും എന്താണ്, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് കേരളം. നമ്മുടെ KC വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം അവിടെ എന്താണ് ഒരു മെറിറ്റ് അവാർഡ് പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ. അയാളുടെ നിയോജക മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ വന്നത് കർണാടകയിൽ നിന്നുള്ള എന്ത് ഗൗഡയാണ്, കൃഷ്ണ ബൈര ഗൗഡ, കർണാടകയിലെ മന്ത്രിയാണ്. അദ്ദേഹം ഈ കാര്യമൊന്നും അറിയില്ല. അത് സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഡാറ്റ വെച്ച്, വിവരങ്ങൾ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു എന്താണ്, ഇന്ത്യക്കാകെ മാതൃകയാണ് കേരളം. എല്ലാ കാര്യവും, അത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എല്ലാ മേഖലകളെയും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാകെ ലോകത്തിന് മാതൃകയാണ് കേരളം. കേരളത്തിന് ഈ നേട്ടം നേടാൻ കഴിഞ്ഞത് വൈദഗ്ധ്യമുള്ള, വിജ്ഞാനമുള്ള ഒരു മനുഷ്യ വിഭവശേഷി ഉള്ളത് കൊണ്ടാണ്. എഡ്യൂക്കേഷന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. എന്താണ് ഇവിടെ ഈ വെളുക്കാൻ വെച്ചിട്ട് പാണ്ടാഹുക എന്ന് പറയത്തില്ലേ, ആ അവസ്ഥയിലായി കോൺഗ്രസ്സുകാർ. നമ്മുടെ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട്, ഇത് കൃഷ്ണ ബൈര ഗൗഡയെ പോലുള്ള ഒരാളുടെ പ്രശ്നമല്ല. സത്യസന്ധമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ സെമിനാർ, ഓൺലൈൻ സെമിനാർ, രാംകുമാർ ഉണ്ടായിരുന്നു സെമിനാർ അല്ലേ, അതിൽ പങ്കെടുത്തുകൊണ്ട് അമർത്യാസൻ പറഞ്ഞത്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ വികസിത സമൂഹങ്ങൾക്ക് പോലും, രാജ്യങ്ങൾക്ക് പോലും അസാധ്യമാകുന്ന തരത്തിൽ എല്ലാവർക്കും വെള്ളം, കുടിവെള്ളം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലാവർക്കും ആരോഗ്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാംസ്കാരിക അഭ്യുന്നതിക്കുള്ള അവസരങ്ങൾ, ഇതെല്ലാം നൽകുന്ന ഈ നിയോ ലിബറലിസത്തിന് മാതൃകാപരമായ ഒരു ബദലായിട്ടാണ് കേരളത്തെ അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും നേതാവിന്റെ എന്തെങ്കിലും ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ ആകെ എന്താണ്, ഈ കൊല്ലപ്പരയിൽ കെട്ടിയ ആട്ടുംകുട്ടിയെ പോലെയാന്ന് പറയും, നമ്മളാകെ ഭയപ്പെടും. അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. അഭിമാനത്തോടെ, അന്തസ്സോടെ VMS ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിയെന്ന മഹത്തായ ഒരു ആശയത്തിന്റെ, നമ്മുടെ സമൂഹ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രയോഗ പരിപാടിയിലൂടെ വിപ്ലവകരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. ഈ സിലിക്കൻ വാലിയിലെ ടെക്കികൾ, ഇന്ത്യക്കാർക്ക് അവിടെ പണി കൊടുക്കരുന്ന ടെക്കികളോട് ട്രംപ് ശാസന നൽകിയപ്പോൾ സിലിക്കൻ വാലിയെ കുറിച്ച് കുറെ ലേഖനങ്ങൾ വന്നു. ആ ലേഖനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിലിക്കൻ വാലിയിലെ ടെക്കുകളിൽ 23% ഇന്ത്യക്കാർ, അതിൽ ഭൂരിപക്ഷ ആൾക്കാരുമാരാണ് മലയാളികളായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. എന്ന് പറഞ്ഞാൽ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫ്രോണ്ടിയർ സയൻസിന്റെ മണ്ഡലങ്ങളിൽ അനന്തര ബിരുദമുള്ള വലിയ ഒരു മനുഷ്യശേഷി കേരളത്തിലാകെ ഉണ്ടായിരിക്കുക. അത് ഉണ്ടായത് 57 ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നടപടികൾ, മുണ്ടശ്ശേരി മാഷുടെ സാർവത്രിക വിദ്യാഭ്യാസ നയങ്ങൾ, ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ നടപ്പാക്കിയ സാമൂഹ്യക്ഷേമ പരിപാടികൾ, അതിന്റെയൊക്കെ തുടർച്ചയിൽ നിയോ ലിബറൽ നയങ്ങൾക്കെതിരായിട്ട് 2016 മുതൽ പിണറായി വിജയൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പാക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ എല്ലാ ഉപരോധങ്ങളെയും, ഭരണഘടനാപരമായി അവകാശപ്പെട്ട വിഭവ വിഹിതങ്ങളുടെ നിഷേധത്തെയും നേരിട്ടുകൊണ്ടാണ് ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്നത്. ഈ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നിയോ ലിബറലിസത്തിന്, ലോക മുതലാളിത്തത്തിന്റെ ഒരു ആഗോളക്രമത്തിനെതിരായിട്ട് ജനകീയമായ, വികസനോന്മുഖമായ, ക്ഷേമോന്മുഖമായ ഒരു ബദൽ പരീക്ഷണത്തെ പുതിയ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വളരെ പ്രധാനമാണ് ഈ പ്രത്യയശാസ്ത്രപരമായ ബദലുകളെ സംബന്ധിച്ച, മുതലാളിത്തത്തിനെതിരായ ബദലുകളെ സംബന്ധിച്ച പ്രത്യയശാസ്ത്രപരമായ സമരം. ആ പ്രത്യയശാസ്ത്രപരമായ സമരത്തിന് നമുക്ക് ആവശ്യമായുള്ള ഉൾക്കാഴ്ച നൽകുന്ന എഴുത്തും സൈദ്ധാന്തിക സംഭാവനകളും EMSൻ്റെതായി നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വായിക്കാനും പരിശോധിക്കാനുമുള്ള ഒരവസരമായി ഈ സെഷന്റെ ഒരു സന്ദേശം മാറണമെന്ന അഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.